ഒരു മുംബൈയിലാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ റീത്ത എല്ലാ അധികാരം സ്ഥാപിക്കാനായിട്ട് വന്നിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് അലീനയെ പുറത്താക്കുക, കൂടാതെ സ്റ്റാലിൻ്റെ സ്വത്തുക്കളൊക്കെ തൻ്റെ സഹോദരിയുടെ പേരിലേക്ക് എഴുതി വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ റീത്ത വീണ്ടും കടന്നു വരികയാണ്. എരിപിരിയൊക്കെ കയറ്റിയിട്ടാണ് റീത്ത വരുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. ഇതേ സമയം സഹോദരിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നീ ഇപ്പോൾ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ ആ വന്നിരിക്കുന്ന മൂദേവി എല്ലാ സ്വത്തും അടിച്ചു മാറ്റും. ഒടുവിൽ നിൻ്റെ മക്കൾക്ക് ഒന്നും ലഭിക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യ എൽസമ്മ പറയുന്നുണ്ട്, എന്തിനാണ് ചേച്ചി നമുക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ, നമുക്കിപ്പോൾ ജീവിക്കാനുള്ള ഒരു മാർഗമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതാണ് നിൻ്റെ പ്രശ്നം. എടി എൽസമ്മേ, എന്തിനാ നിൻ്റെ മക്കൾ അനുഭവിക്കുന്ന സ്വത്ത് കണ്ണി കണ്ടവരെ അനുഭവിക്കുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് എൽസിയമ്മോട് ചോദിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം സത്യം പറഞ്ഞാൽ ഈ സ്വത്തുക്കളൊക്കെ റീത്തയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, റീത്തയ്ക്ക് തനിക്ക് എന്തൊക്കെയോ നേടാൻ വേണ്ടിയാണ് എന്ന് കാണാൻ കഴിയും. കാരണം എൽസിയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്വത്തുക്കളൊന്നും അധികം തന്നെ ആവശ്യപ്പെടുന്നൊന്നുമില്ല, ആർഭാട ജീവിതമൊന്നും അല്ല നയിക്കുന്നത്. പക്ഷേ റീത്ത വളരെ ആർഭാട ജീവിതമാണ് നയിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ റീത്തയുടെ ആഗ്രഹപ്രകാരം തന്നെ നമ്മുടെ എൽസിയാണെങ്കിൽ പിള്ളേരെയും കൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുന്നു. കാരണം സ്റ്റാലിൻ്റെ സ്വത്തുക്കൾ തൻ്റെ കയ്യിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ റീത്ത. സ്വത്തുക്കളൊക്കെ തൻ്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കാര്യങ്ങളൊക്കെ സുഖമാകുമെന്ന് നമ്മുടെ റീത്തയ്ക്കറിയാം. പിന്നെ തൻ്റെ ഭരണമാണെന്നും റീത്തയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ പണമെല്ലാം കൈപ്പിടിയിലൊതുക്കാനായിട്ടാണ് റീത്തയുടെ ഉദ്ദേശം. അത് എത്രമാത്രം വിജയം കാണുമെന്നൊക്കെ കണ്ട് തന്നെ കാണണം കേട്ടോ. അതായത് നമ്മുടെ എൽസിയെയും മക്കളെയും കൊണ്ട് റീത്താമ്മ നേരെ സ്റ്റാലിൻ്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ബംഗ്ലാവിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലി പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടതും കാരണം തിരക്കുകയാണ്, ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ റീത്ത പറയുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പാടില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ വരാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ റീത്താമ്മേ, എൻ്റെ ഭാര്യയും മക്കളുമല്ലേ ഇതുവരെയും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തവർ, ഇപ്പോൾ വന്നതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ, തിരിഞ്ഞു നോക്കാത്തതിൻ്റെ എല്ലാം കാണാനുണ്ട് എന്ന് റീത്ത പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയേ മതിയാവുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ റീത്തയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താനൊന്നും ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നു. സ്റ്റാലി, നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടാൽ ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ ഇവിടെ തീരുമെന്ന് പറയുമ്പോൾ, എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും എനിക്ക് അതിലൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് സ്റ്റാലി പറഞ്ഞു വയ്ക്കുകയാണ്. പിന്നെ നിങ്ങളെപ്പോലെ ആൾക്കാരെ പേടിച്ചൊന്നും എൻ്റെ മോളെ പറഞ്ഞു വിടാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നു. ഇതുവരെയും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് എൻ്റെ മോളെ ഓടിക്കാനായിട്ട് ഇപ്പം കൂടെ നിൽക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ടതും നിൻ്റെ മോള് ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ എടുക്കും എന്ന് പറയുമ്പോൾ, റീത്താമ്മേ, എനിക്കറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. അതായത്
നിങ്ങളുടെ ആണല്ലോ ഇപ്പോൾ സ്വത്തും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ സ്വത്ത് ഞാൻ എൻ്റെ മകൾക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മേലനങ്ങി പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഈ സ്വത്തിന് വേണ്ടി ആർത്തി പിടിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സ്റ്റാൻലി, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നീ കണ്ടിടത്തുനിന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് നിൻ്റെ തോന്നിയാസം മൊത്തം ഇവിടെ ചെയ്യാമെന്ന് നീ വിചാരിച്ചോടാ എന്ന് ചോദിക്കുമ്പോൾ കണ്ണി കണ്ട പെണ്ണൊന്നും അല്ലത്, അത് എൻ്റെ മകളായ അലീനയാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ, എൻ്റെ ചിലവിൽ ജീവിക്കുന്ന നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. നിങ്ങൾക്ക് പണത്തോട് ആർത്തിയല്ലേ റീത്താമേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം എടാ സ്റ്റാൻലി, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ, ഞാൻ റീത്തയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റീത്തയാണെങ്കിൽ എനിക്കെന്താണ് എന്ന് ചോദിക്കുന്നു. നിങ്ങളും ഞാനും തമ്മിൽ ഈ ഒരു ബന്ധവുമില്ല എന്ന് നമ്മുടെ സ്റ്റാൻലി പറയുകയാണ്. കൂടാതെ തൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനായിട്ട് നിങ്ങൾ ആരാണ് എന്നും ചോദിക്കുന്നു. നീ ആരടാ ചോദിക്കാനായിട്ട്, നിനക്ക് എന്ത് അവകാശമുണ്ടാ നാണം കെട്ടവനെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ റീത്ത സ്റ്റാലിനെ നാണം കെടുത്തുന്ന ആ സമയം അലീന കടന്നു വരികയാണ്. അലീന കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിർത്തോ, എന്തിനാണ് പപ്പയെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് വട്ടം നിന്ന് സംസാരിക്കാറൊക്കെ ആയോടി എന്ന് ചോദിക്കുകയാണ് റീത്ത. അത് കേട്ടതും അലീന പറയുന്നുണ്ട്, അതായത് നിങ്ങളെപ്പോലുള്ള സ്ത്രീയുടെ മുൻപിൽ വട്ടം നിൽക്കുന്നതിന് എന്താണ് ഇത്ര പ്രശ്നമെന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണമെന്ന് റീത്ത വലിയ അഹങ്കാരത്തോടെ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ യോഗ്യത എന്താണ് എന്ന് അലീന ചോദിക്കുന്നു. എൻ്റെ പപ്പയുടെ കാശിൽ ആവശ്യമില്ലാതെ ജീവിക്കുന്നതാണോ നിങ്ങളുടെ യോഗ്യത? നാണം കെട്ട് ജീവിക്കുന്നതാണോ നിങ്ങളുടെ യോഗ്യത എന്ന് അലീന എടുത്തമാരി പറയുന്നു. അതായത് തൻ്റെ പപ്പയുടെ കാശിൽ മൂക്കുമുട്ട തിന്നിട്ട് വെറുതെ ഇരുന്ന് തട്ടിച്ച് കൊഴുത്തിട്ട് ആവശ്യമില്ലാതെ പപ്പയെ തന്നെ കളിയാക്കാനായിട്ടാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഇനി അത് ഞാൻ സമ്മതിച്ച് തരില്ല എന്ന് പറയുമ്പോൾ എന്താടി നീ പറഞ്ഞത്, ഇറങ്ങിപ്പോടി എന്ന് പറയുമ്പോൾ നിങ്ങളാദ്യം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ തലയിടാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. അതായത് പപ്പയുടെ മമ്മിക്കോ സഹോദരങ്ങൾക്കോ ഞങ്ങൾക്കും നടുവിൽ കയറാൻ നിങ്ങളാരാണ്? ഞങ്ങളൊക്കെ ഒരേ ചോരയാണ്, ഞങ്ങളുടെയാണ് സ്വത്തുക്കൾ, നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ റീത്ത നാണം കെട്ട് നിൽക്കുന്നു. ഇറങ്ങിപ്പോവാല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റാലിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല, കാരണം സ്റ്റാലി ഒരുപാട് അപമാനിച്ചല്ലോ. അതിനൊക്കെ തൻ്റെ മോള് തിരിച്ചടി കൊടുക്കുന്നതാണെന്ന് സ്റ്റാലിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.